അമേരിക്ക ഇടപെട്ടിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രവർത്തന ഫലമായി ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങൾക്ക് ചരിത്രത്തിൽ പറയാൻ കഴിയുമോ? ലിബിയയിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് US ആക്രമിക്കാൻ പോകുന്നത്. ഗദാഫിയെ വധിച്ചു, ഗദാഫിയുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഭരിച്ചു, ഭരണത്തെ അട്ടിമറിച്ചു. ഇന്നെന്താണ് ലിബിയയുടെ അവസ്ഥ? ലിബിയയിൽ ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര യുദ്ധവും നടക്കുകയാണ്. സ്ത്രീകളെ അടിമകളാക്കി വിൽക്കുന്ന ചന്തകൾ പോലും ഇപ്പോൾ അവിടെയുണ്ട്. ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞിട്ട് US എന്താണ് ചെയ്യുന്നത്? അവർ നേരെ പോയി ആക്രമിക്കുന്നത് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനെയാണ്. ആ സ്കൂളിനെ ആക്രമിച്ച സമയത്ത് ഈ മിത്രങ്ങളും കുറേ സ്വതന്ത്ര ചിന്തകരും പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, മിലിറ്ററി ബേസിൻ്റെ അടുത്തുകൊണ്ട് സ്കൂൾ വെച്ച ഇറാനല്ലേ കുറ്റക്കാരെന്നാണ് ഇവർ ചോദിക്കുന്നത്. എവിടെയും സിവിലിയൻസിനെ ആക്രമിക്കുമ്പോൾ ഇത്തരം എന്തെങ്കിലും ഒരു മനുഷ്യത്വരഹിതമായ ആരോപണങ്ങൾ ഇവർക്ക് പറയാനുണ്ടാവും, നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഹിറ്റ്ലർ ജർമ്മനിയിൽ ഭരിക്കുന്ന കാലത്ത് ആ ഹിറ്റ്ലർ ലോകം കീഴടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഹിറ്റ്ലർ ബ്രിട്ടൻ തോൽക്കുകയും ജർമ്മനി ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആ ജർമ്മനി, ആ നാസി ആര്യവംശീയ ജർമ്മനിയിൽ തങ്ങളും ഭാഗമാകാൻ വേണ്ടിയിട്ട് ജർമ്മൻ പഠിച്ച ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർ ജർമ്മൻ പഠിച്ച് വെയിറ്റ് ചെയ്യുന്നു ഹിറ്റ്ലറിൻ്റെ വരവിന് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ബ്രിട്ടൻ ഭരിക്കുന്ന സമയത്ത് ഒരു വെള്ളാരങ്കല്ലെടുത്ത് പോലും ഒരു ബ്രിട്ടീഷുകാരനെതിരെ എറിയാത്ത സംഘടനകൾ 100 കൊല്ലമായി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടന ഈ നാട്ടിലുണ്ട്. അവരിന്ന് രാജ്യസ്നേഹത്തിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സാണ്. അപ്പോൾ ബേസിക്കലി ഈ മനുഷ്യരുടെയൊക്കെ തലച്ചോറ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അന്നായിരുന്നെങ്കിൽ ബ്രിട്ടനെ പാദസേവ ചെയ്യാൻ, ഇന്നാണെങ്കിൽ US പാദസേവ ചെയ്യാൻ, നാളെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമാണ് ഒരു ഇമ്പീരിയൽ ഫോഴ്സായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പാദസേവ ചെയ്യാനും ഈ മനുഷ്യർ തയ്യാറായിട്ട് വരും. ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞാനവും പിന്നെ പൊതുവെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനോ അറിയാനോ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന പ്രവണതയുള്ള മനുഷ്യർ, അവരാണ് ഈ പറയുന്ന US പുറകെ പോകുന്നത്. അപ്പോൾ അത്തരം മനുഷ്യരോട് പറയാനുള്ളത്, പോയി നല്ല വല്ല പുസ്തകം വായിക്കൂ. കുറച്ച് നല്ല ചരിത്ര പുസ്തകങ്ങൾ, ഞങ്ങൾ പറയുന്ന ചരിത്ര പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല, നല്ല ചരിത്ര പുസ്തകങ്ങൾ, നല്ല അക്കാഡമിക്കായ ചരിത്ര പുസ്തകങ്ങൾ പോയി വായിക്കൂ എന്ന് മാത്രമേ ഈ മനുഷ്യരോട് പറയാറുള്ളൂ. അതായത് അറിവില്ലാതിരിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് അലങ്കാരമായി കൊണ്ട് നടക്കുന്നത് ഒരു തെറ്റാണ്.